ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് ഭൂരിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാവൊക്കെ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കറി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഭൂരി മസാല ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ വലിപ്പത്തിലുള്ള ഒരു 2-3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് എല്ലാം തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ മുറിച്ചിട്ട് കുക്കറിലാണ് എല്ലാം കൂടി വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് എല്ലാം ഒന്ന് മുറിച്ചെടുത്തു. പിന്നെ അതിനാവശ്യമായിട്ടുള്ള പച്ചമുളകും ഉള്ളിയും തക്കാളിയും കൂടെ നമ്മൾ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി വിസിലിട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കാനാണ് പോണത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ അതിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഗ്യാസ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് എണ്ണ ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ പൂരിക്കുള്ളത് നമ്മൾ പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 2-3-4 എണ്ണമൊക്കെ ആയപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ചുട്ടെടുക്കാൻ തുടങ്ങിയിട്ടാണ്. അപ്പോൾ ഈ സമയമാകുമ്പോഴേക്കും നമ്മുടെ കറീൻ്റെ വിസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഇടയിൽ പോയിട്ട് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി വിസിലൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് അതൊന്ന് നന്നായിട്ട് ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി ആയിട്ടോ. അപ്പോൾ ഭൂരിയൊക്കെ പരത്തിയെടുത്തതിന് ശേഷം എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോന്നായിട്ട് എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എടുക്കാൻ തുടങ്ങിയിട്ടാണ്. അപ്പോൾ ഭൂരി എപ്പോഴും ഉണ്ടാക്കുന്ന സമയത്ത് നല്ലോണം പൊന്തി വരാറുണ്ട്. ചിലവരൊക്കെ അങ്ങനെ പൊന്തി വരാറില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് എപ്പോഴും ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് പൊന്തിയിട്ട് കിട്ടാറുണ്ട്. കുട്ടികൾക്കൊക്കെ ഭൂരി നല്ലോണം ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇടയിൽ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഭൂരിയൊക്കെ ആയി. അപ്പോൾ അതിനുള്ള കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ ഭൂരി മസാലയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ കഴിച്ചു. അപ്പം ഇനി ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത് നമ്മൾ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഉച്ചയ്ക്ക് എന്താ കറി വെക്കുകയെന്ന് ആലോചിച്ചപ്പോഴാണ് കുറച്ച് സോയാബീൻ കണ്ടത്. അപ്പോൾ എന്നാൽ അത് ചിക്കൻ കറി പോലെ കുറച്ച് വെക്കാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഉള്ളിയൊക്കെ മുറിച്ചെടുത്തു. അത് വഴറ്റി. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചത് നമ്മൾ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ സമയത്ത് സോയാബീൻ ഒന്ന് തിളച്ച വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, ഒന്ന് സോഫ്റ്റ് ആവട്ടെ പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ ഉള്ളി നല്ലോണം വഴറ്റിയതിന് ശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് ഞാനിടുന്നത് മല്ലിപ്പൊടിയും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയിട്ട് എടുക്കണം. നന്നായിട്ട് വഴറ്റി വന്നതിന് ശേഷം വേണം നമ്മൾ പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ടാണ്. പൊടിയുടെ ഒരു പച്ചമണമൊക്കെ മാറുന്നത് വരെ അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ അതിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് വേണം മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ആവശ്യമായിട്ടുള്ള മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി കുറച്ച് ഗരം മസാലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ, അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ തിളച്ച വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന സോയാബീനൊക്കെ ഒന്ന് വാരി വെച്ചിട്ടുണ്ട്. ഇനി അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് ഗരം മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് വഴറ്റി കൊടുക്കണം കേട്ടോ. തീ കുറച്ച് വെച്ചിട്ട് വേണം നന്നായിട്ട് വഴറ്റാൻ. കരിഞ്ഞു പോവാതെ, പൊടിയൊന്നും കരിഞ്ഞു പോവാതെ നന്നായിട്ട് വഴറ്റാം. ഇപ്പോൾ ഏകദേശം പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് വാരി വെച്ചിരിക്കുന്ന സോയാബീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ സോയാബീനൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വലുതുള്ളതിനെയൊക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് മുറിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. നമ്മൾ ചിക്കൻ കറി വെക്കുന്ന പോലെ തന്നെ കുറച്ച് ഗ്രേവിയോടെ കൂടി വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചിലവരിത് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വെക്കാറുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ഒന്നും കൂടി ഇഷ്ടം ഇങ്ങനെ വെക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എങ്ങനെ വെക്കുകയെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഇനി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് വെള്ളം വെന്ത് വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഒന്ന് വെള്ളം വറ്റിയിട്ടൊരു ഇളകുന്ന ആ ഒരു പരുവത്തിലാകുന്നത് വരെ വെക്കുക കേട്ടോ. ഇപ്പോൾ നല്ലൊരു മണവും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.